നമ്മൾ ആക്റ്റീവ് വോയിസ് അതുപോലെ പാസീവ് വോയിസും പഠിച്ചിട്ടുണ്ട്. ആക്റ്റീവ് വോയിസ് സെൻറ്റൻസിനെ പാസീവ് വോയിസ് സെൻറ്റൻസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ഏജൻറ്റ്, അതായത് ചെയ്യുന്ന ആ പ്രവൃത്തി ചെയ്യുന്ന ആൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നില്ല. ഇനി അതും കൂടി പാസീവ് വോയിസ് സെൻറ്റൻസിൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ബൈ എന്ന് ചേർക്കും അല്ലേ? ഏജൻറ്റ് ആരാണോ ചെയ്തത് ബൈ എന്ന് ചേർത്തിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആക്റ്റീവ് വോയിസ് സെൻറ്റൻസസും പാസീവ് വോയിസ് സെൻറ്റൻസസും ആക്കാൻ നമുക്കറിയാം. പ്രീവിയസ് ലെസൺസിലൊക്കെ നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു ആക്റ്റീവ് വോയിസ് സെൻറ്റൻസ്, ഒരു സിമ്പിളായിട്ടുള്ളൊരു ആക്റ്റീവ് വോയിസ് സെൻറ്റൻസ് ഞാൻ പറയാം. വി പെയിൻറ്റഡ് ദ ഹൗസ്. അപ്പോൾ അതൊരു ആക്റ്റീവ് വോയിസ് സെൻറ്റൻസ് ആണ്. ഞങ്ങൾ വീട് പെയിൻറ്റ് ചെയ്തു. ഇത് പാസീവ് വോയിസ് സെൻറ്റൻസിലേക്ക് മാറ്റുമ്പോൾ ദ ഹൗസ് വാസ് പെയിൻറ്റഡ് ബൈ അസ് എന്ന് പറയും. ബൈ അസ്. ആരാണ് പെയിൻറ്റ് ചെയ്തത്? ഞങ്ങൾ. അപ്പോൾ അവിടെ ബൈ എന്ന് നമ്മൾ ചേർത്തു, ബൈ അസ്. അതുപോലെയാണ് സെൻറ്റൻസുകളെ ആക്റ്റീവ് വോയിസ് സെൻറ്റൻസിനെ പാസീവ് വോയിസ് സെൻറ്റൻസിലേക്ക് മാറ്റുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ എല്ലാ സെൻറ്റൻസുകൾക്കും അങ്ങനെ ഏജൻറ്റ് ചേർക്കണം, ഏജൻറ്റ് ആരാണ് എന്ന് ചേർക്കണം എന്നുണ്ടെങ്കിൽ ബൈ ചേർക്കണം എന്നില്ല. ബൈ ചേർക്കാതെ ചില വേർബ്സിനൊക്കെ ബൈ അല്ല ചേർക്കുന്നത്. ബൈ എന്ന പ്രപ്പോസിഷന് പകരം ടു ചേർക്കുന്ന ചില വേർബ്സ് ഉണ്ട്, ഇൻ ചേർക്കുന്ന ചില വേർബ്സ് ഉണ്ട്, വിത്ത്, അറ്റ്, ഇതൊക്കെ ചേർക്കുന്ന വേർബ്സ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ വേർബ്സ് ഉപയോഗിക്കുമ്പോഴാണ് അത്തരം സെൻറ്റൻസുകളെ പാസീവ് വോയിസ് സെൻറ്റൻസിലേക്ക് മാറ്റുമ്പോൾ വേറെ പ്രപ്പോസിഷൻസ് ചേർക്കുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ ലെസണിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓരോന്നായിട്ട് ആ എക്സാമ്പിൾ നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് അത് മനസ്സിലാവും. ഈ ലെസൺ യൂസ്ഫുൾ ആവും എന്ന് തന്നെ കരുതുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക. ഐ നോ ഹിം. എനിക്ക് അവനെ അറിയാം. ഇത് ഒരു ആക്റ്റീവ് വോയിസ് സെൻറ്റൻസ് ആണ്. ഇതിനെ പാസീവ് വോയിസ് സെൻറ്റൻസ് ആക്കുമ്പോൾ ഹീ ഈസ് നോൺ ടു മീ എന്നാണ് വരിക. ടു മീ, ബൈ മീ എന്നല്ല. ടു എന്ന പ്രപ്പോസിഷൻ ഇവിടെ ഉപയോഗിച്ചു. ഹീ ഈസ് നോൺ ബൈ മീ എന്നല്ല അവിടെ പറയേണ്ടത്. നോൺ എന്നത് നോ എന്ന വേർബിൻ്റെ തേർഡ് ഫോം ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഹിം എന്ന ഓബ്ജക്റ്റിനെ സബ്ജക്റ്റിൻ്റെ പൊസിഷനിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഹി എന്നായി മാറി. ഇനി ഹി കഴിഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത് ഈസ്. ഈസ് എന്നത് ഒരു ബി ഫോമിലുള്ള വേർബ് ആണ്. ഇത് പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. മാത്രമല്ല സബ്ജക്റ്റ് ഹി ആണ്. അപ്പോൾ അതിനനുസരിച്ച് ഉള്ള ഒരു ബി ഫോമിലുള്ള വേർബാണ് ഈസ്. അപ്പോൾ ഹി ഈസ് നോൺ ടു മീ. ഇനി വേറൊരു സെൻറ്റൻസ് നോക്കൂ. ഐ ഡു നോട്ട് നോ ഹിസ് അഡ്രസ്. ഐ ഡു നോട്ട് നോ ഹിസ് അഡ്രസ്. ആക്റ്റീവ് വോയിസ്. ആക്റ്റീവ് വോയിസ് സെൻറ്റൻസ് ആണത്. എനിക്കവൻ്റെ അഡ്രസ് അറിയില്ല എന്നാണ് അതിൻ്റെ മീനിങ്. ഇനി അതിൻ്റെ പാസീവ് വോയിസ് സെൻറ്റൻസ് ആവുമ്പോൾ എങ്ങനെ വരും? ഹിസ് അഡ്രസ് ഈസ് നോട്ട് നോൺ ടു മീ. ഹിസ് അഡ്രസ് എന്ന ഓബ്ജക്റ്റിനെ സബ്ജക്റ്റിൻ്റെ പൊസിഷനിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ ടു ഉപയോഗിച്ചു. നോ എന്ന വേർബ് കൂടാതെ മാരി, ഒബ്ലൈജ് എന്നീ വേർബിൻ്റെ ഒപ്പം പാസീവ് വോയിസിൽ ടു എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കാം. അലക്സ് മാരീഡ് സെബ. ആക്റ്റീവ് വോയിസ് സെൻറ്റൻസ് ആണ്. അതിനെ പാസീവ് വോയിസ് സെൻറ്റൻസ് ആക്കുമ്പോൾ എങ്ങനെ വരും നോക്കൂ. സെബ വാസ് മാരീഡ് ടു അലക്സ്. ഇവിടെ വാസ് എന്ന ഒരു ബി ഫോമിലുള്ള വേർബ് ഉപയോഗിച്ചു. സെബ എന്നതാണ് സബ്ജക്റ്റ്. പിന്നെ മാരീഡ്, അപ്പോൾ അത് ഒരു പാസ്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസ് ആണ്. അതുകൊണ്ടാണ് വാസ് ഉപയോഗിച്ചത്. സെബ വാസ് മാരീഡ് ടു അലക്സ്. നെക്സ്റ്റ് വൺ ഒബ്ലൈജ്. ഈ ഒരു വേർബിനൊപ്പവും ടു പ്രപ്പോസിഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഐ ആം ഒബ്ലൈജ്ഡ് ടു യു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു. ഇനി വേറെ ചില വേർബ്സ് ഉണ്ട്. അത്തരം വേർബ്സ് അടങ്ങിയ സെൻറ്റൻസസ് ഒക്കെ പാസീവ് ഫോമിലേക്ക് മാറ്റുമ്പോൾ അറ്റ് എന്ന പ്രപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത്. സർപ്രൈസ്ഡ്. അനോയ് എന്ന് പറഞ്ഞാൽ ശല്യപ്പെടുത്തുക. അലാംഡ്, ഡിസപ്പോയിൻറ്റഡ്, ഡിസ്പ്ലീസ്ഡ്, ഡിസ്ട്രെസ്ഡ്, അസ്റ്റോണിഷ്ഡ്, ലാഫ്ഡ്, ഷോക്ക്ഡ്, വെക്സ്ഡ്. വെക്സ് എന്നാൽ അലട്ടുക. ഇതിൻ്റെയൊക്കെ ഒപ്പം അറ്റ് എന്നാണ് പാസീവ് വോയിസിൽ ഉപയോഗിക്കുന്നത്. ഹെർ വിക്ടറി സർപ്രൈസ്ഡ് മീ. ഇത് ഒരു ആക്റ്റീവ് വോയിസ് സെൻറ്റൻസ് അല്ലേ? അതിനെ പാസീവ് വോയിസ് സെൻറ്റൻസ് ആക്കി നോക്കൂ. ഐ വാസ് സർപ്രൈസ്ഡ്
അറ്റ് ഹെർ വിക്ടറി. അറ്റ് എന്നാണ് ഉപയോഗിച്ചത്, ബൈ അല്ല. ഐ വാസ് സർപ്രൈസ്ഡ് എന്ന് പറയുമ്പോൾ സർപ്രൈസ്ഡ് എന്നത് തേർഡ് ഫോമിലുള്ള ഒരു വേർബാണ്. സർപ്രൈസ് എന്നതിൻ്റെ തേർഡ് ഫോമാണ്. ഈ സെൻറ്റൻസിൽ ഐ വാസ് സർപ്രൈസ്ഡ് എന്ന് പറയുമ്പോൾ അത് ഒരു അഡ്ജക്റ്റീവിൻ്റെ ഫങ്ഷനാണ് ചെയ്യുന്നത്. ഐ വാസ് ഹാപ്പി, ഐ വാസ് സാഡ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ ഐ വാസ് സർപ്രൈസ്ഡ്. ഐ വാസ് സർപ്രൈസ്ഡ് അറ്റ് ഹെർ വിക്ടറി. അവളുടെ വിജയത്തിൽ ഞാൻ സർപ്രൈസ്ഡ് ആയിരുന്നു. ഹിസ് ബിഹേവിയർ അനോയ്ഡ് മീ. ആക്റ്റീവ് വോയിസ് സെൻറ്റൻസ് ആണ്. ഐ വാസ് അനോയ്ഡ് അറ്റ് ഹിസ് ബിഹേവിയർ. ഐ വാസ് അനോയ്ഡ് അറ്റ് ഹിസ് ബിഹേവിയർ. അവൻ്റെ പെരുമാറ്റം എനിക്ക് ശല്യമുണ്ടാക്കി എന്നാണ്. അനോയ് എന്നാൽ ശല്യപ്പെടുത്തുക. ഐ വാസ് അനോയ്ഡ് അറ്റ് ഹിസ് ബിഹേവിയർ. ദ ന്യൂസ് ഓഫ് ഹെർ ഡെത്ത് ഷോക്ക്ഡ് മീ. ആക്റ്റീവ് വോയിസ് സെൻറ്റൻസ് ആണ്. പാസീവ് വോയിസ് സെൻറ്റൻസ് ആക്കാം. ഐ വാസ് ഷോക്ക്ഡ് അറ്റ് ദ ന്യൂസ് ഓഫ് ഹെർ ഡെത്ത്. അവളുടെ മരണവാർത്ത എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഐ വാസ് ഷോക്ക്ഡ് അറ്റ് ദ ന്യൂസ് ഓഫ് ഹെർ ഡെത്ത്. നോക്കൂ, അറ്റ് എന്ന പ്രപ്പോസിഷനാണ് അവിടെ ഉപയോഗിച്ചത്. ഷോക്ക്ഡ് എന്ന വേർബ് കഴിഞ്ഞിട്ട് അറ്റ്. ഹിസ് ബിഹേവിയർ വെക്സസ് മീ സംടൈംസ്. അവൻ്റെ പെരുമാറ്റം ചിലപ്പോഴൊക്കെ എന്നെ അലട്ടുന്നു. ഇതിനെ പാസീവ് വോയിസ് സെൻറ്റൻസ് ആക്കുമ്പോൾ ഐ ആം സംടൈംസ് വെക്സ്ഡ് അറ്റ് ഹിസ് ബിഹേവിയർ. ഐ ആം സംടൈംസ് വെക്സ്ഡ് അറ്റ് ഹിസ് ബിഹേവിയർ. അവിടെ അറ്റ് എന്ന് ഉപയോഗിച്ചു. വെക്സ് എന്ന വേർബാണ് അവിടെ വന്നിരിക്കുന്നത്. ഇനി വേറെ ചില വേർബ്സ് ഉണ്ട്. അത്തരം വേർബ്സ് ആക്റ്റീവ് വോയിസിൽ വരുമ്പോൾ അത്തരം സെൻറ്റൻസുകളെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ വിത്ത് എന്നാണ് ഉപയോഗിക്കേണ്ടത്. അത്തരം വേർബ്സ് ഏതൊക്കെയാണെന്ന് നോക്കണ്ടേ? പ്ലീസ്ഡ്, ഡിസ്ഗസ്റ്റഡ്. ഡിസ്ഗസ്റ്റ് മീൻസ് വെറുപ്പുളവാക്കുന്ന. ഇംപ്രസ്ഡ്, ചാംഡ്, ഫിൽഡ്, കവേർഡ്. ഇത്തരം വേർബ്സ് ഒക്കെ ആക്റ്റീവ് വോയിസ് സെൻറ്റൻസുകളിൽ വന്നാൽ അതിനൊപ്പം ബൈ എന്നല്ല ഉപയോഗിക്കേണ്ടത്, വിത്ത് എന്നാണ്. We were impressed with your performance. We were impressed with your performance. നോക്കൂ, ബൈ എന്നല്ല ഉപയോഗിച്ചത്, വിത്ത് ആണ്. Your hospitality pleased them. ആക്റ്റീവ് വോയിസ് സെൻറ്റൻസ് ആണ്. They were pleased with your hospitality. നിങ്ങളുടെ ഹോസ്പിറ്റാലിറ്റി, ആതിഥ്യ മര്യാദ, ഇതൊക്കെ അവരെ സന്തുഷ്ടരാക്കി. നോക്കൂ, പ്ലീസ്ഡ് ദം. ആക്റ്റീവ് വോയിസിലെ ദം എന്നത് പാസീവ് വോയിസിലേക്ക് മാറ്റിയപ്പോൾ ദേ എന്നായി. ദേ വേർ എന്ന ബി വേർബാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വേർ ഉപയോഗിക്കാൻ കാരണം ദേ ആണ് സബ്ജക്റ്റ്. മാത്രമല്ല അത് പാസ്റ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. അപ്പോൾ ദേ വേർ പ്ലീസ്ഡ്. സ്മോക്ക് ഫിൽഡ് ദ റൂം. ആക്റ്റീവ് വോയിസ് സെൻറ്റൻസ് ആണ്. ആ റൂം മുഴുവൻ പുക നിറഞ്ഞു എന്നാണ്. ദ റൂം വാസ് ഫിൽഡ് വിത്ത് സ്മോക്ക്. ഫിൽഡ് എന്ന വേർബ് വന്നു, അതുകൊണ്ട് വിത്ത് എന്നാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഡസ്റ്റ് കവേർഡ് ദ ടേബിൾ. ദ ടേബിൾ വാസ് കവേർഡ് വിത്ത് ഡസ്റ്റ്. കവേർഡ് വിത്ത്. ഇനി ചില വേർബ്സ് ഒക്കെ ഇൻ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കും. ഇൻട്രസ്റ്റഡ്, കൺസിസ്റ്റഡ്, കണ്ടെയ്ൻഡ്, അബ്സോർബ്ഡ്, ഡിസപ്പോയിൻറ്റഡ്. ഈ വേർബ്സ് ഒക്കെ ആക്റ്റീവ് വോയിസ് സെൻറ്റൻസസിൽ വന്നാൽ പാസീവ് വോയിസ് ആക്കുമ്പോൾ ഇൻ എന്നാണ് ഉപയോഗിക്കേണ്ടത്, ബൈ എന്നല്ല. എക്സാമ്പിൾസ് നോക്കൂ. ദിസ് ബുക്ക് വിൽ ഇൻട്രസ്റ്റ് യു. ഇത് ആക്റ്റീവ് വോയിസ് സെൻറ്റൻസ് ആണ്. യു വിൽ ബി ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് ബുക്ക്. ഇൻട്രസ്റ്റഡ് ഇൻ ആണ് അവിടെ ഉപയോഗിച്ചത്. യു വിൽ ബി ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് ബുക്ക്. ഈ ബുക്കിൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആകും. ഹി ഡിസപ്പോയിൻറ്റഡ് മീ. അവൻ എന്നെ നിരാശപ്പെടുത്തി. ഇതിൻ്റെ പാസീവ് വോയിസ് സെൻറ്റൻസ് നോക്കൂ. ഐ വാസ് ഡിസപ്പോയിൻറ്റഡ് ഇൻ ഹിം. ഇൻ ആണ് ഉപയോഗിച്ചത്, ഡിസപ്പോയിൻറ്റഡ് എന്ന വേർബ് കഴിഞ്ഞിട്ട്. ഇനി ഒരു പേഴ്സൺ ആണ്, ഒരു പേഴ്സണെ പറ്റിയാണ് പറയുന്നതെങ്കിൽ ഇൻ യൂസ് ചെയ്യാം. അതേസമയം വേറൊരു എക്സാമ്പിൾ നോക്കൂ. ഐ വാസ് ഡിസപ്പോയിൻറ്റഡ് വിത്ത് ദ റിസൾട്ട്. ഐ വാസ് ഡിസപ്പോയിൻറ്റഡ് വിത്ത് ദ റിസൾട്ട്. ഡിസപ്പോയിൻറ്റഡ് എന്ന വേർബ് കഴിഞ്ഞിട്ട് വിത്ത് ആണ് ഉപയോഗിച്ചത്. ദ റിസൾട്ട് എന്നതാണ് അവിടെ. അപ്പോൾ സംവൺ ആണെങ്കിൽ ഇൻ ഉപയോഗിക്കുക, സംതിങ് ആണെങ്കിൽ വിത്ത് ഉപയോഗിക്കുക. ഇനി ചില വേർബ്സ് ഒക്കെ വെൻ ആണ് ഉപയോഗിക്കുന്നത് പാസീവ് വോയിസ് സെൻറ്റൻസസിൽ. ചില സെൻസ് വേർബ്സ്, ഫോർ എക്സാമ്പിൾ സ്മെൽ, ടേസ്റ്റ്, ഹിയർ, ലുക്ക്, ഫീൽ ഒക്കെ ആക്റ്റീവ് വോയിസ് സെൻറ്റൻസസിൽ വന്നാൽ അതിനെ ആ സെൻറ്റൻസസിനെ പാസീവ് വോയിസ് സെൻറ്റൻസ് ആക്കുമ്പോൾ നമുക്ക് വെൻ എന്ന് ഉപയോഗിക്കാം. നോക്കൂ എക്സാമ്പിൾ. നെയിം, ടേസ്റ്റ്, ബിറ്റർ. ഇതിനെ പാസീവ് വോയിസ് സെൻറ്റൻസ് ആക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. നോക്കൂ, ബിറ്റർ അതൊരു അഡ്ജക്റ്റീവ് ആണ്.
അതിനെ പാസീവ് വോയിസ് സെൻറ്റൻസ് ആക്കുമ്പോൾ അതിനെ നമുക്ക് സബ്ജക്റ്റ് ആക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് പാസീവ് വോയിസ് സെൻറ്റൻസ് ആക്കുന്നതെന്ന് നോക്കൂ. നെയിം ഈസ് ബിറ്റർ വെൻ ടേസ്റ്റഡ്. വെൻ എന്ന് ഉപയോഗിച്ചു അവിടെ. നെയിം ഈസ് ബിറ്റർ വെൻ ടേസ്റ്റഡ്. ഹണി ടേസ്റ്റ് സ്വീറ്റ്. ഹണി ഈസ് സ്വീറ്റ് വെൻ ടേസ്റ്റഡ്. ഹണി ഈസ് സ്വീറ്റ് വെൻ ടേസ്റ്റഡ്. വേറൊരു സെൻറ്റൻസ് കൂടി നോക്കൂ. ദ റോസ് സ്മെൽസ് സ്വീറ്റ്. ഇവിടെ വെർബ് സ്മെൽസ് എന്നതാണ്. അതിനെ പാസീവ് വോയിസ് സെൻറ്റൻസ് ആക്കുമ്പോൾ ദ റോസ് ഈസ് സ്വീറ്റ് വെൻ സ്മെൽറ്റ്. സ്മെൽറ്റ് എന്നത് തേർഡ് ഫോം ഓഫ് സ്മെൽ ആണ്. സ്മെൽ എന്നത് വെർബായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എവിടെയൊക്കെയാണ് പാസീവ് വോയിസ് ഫോം ചെയ്യുമ്പോൾ ടു, ഇൻ, അറ്റ്, വെൻ, വിത്ത് ഒക്കെ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലായില്ലേ?